ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. 2025 അവസാനിക്കാൻ പോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് തൂക്കിക്കൊണ്ട് 5ഓളം സിനിമകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കളങ്കാവൽ, ഹാൽ, ബബ്ബബ്ബ, വൃഷഭ, സർവമായ. ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഹാൽ 6-ാം ദിനം പിന്നിട്ട് ഇന്ന് 7-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു സ്റ്റഡി കളക്ഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്നും അല്ലെങ്കിൽ ഇന്നലത്തെ ഫൈനൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 4000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് വന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെയാണ്. അതായത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്ഥിരമായിട്ട് സിനിമയ്ക്ക് വരുന്നു. ഇത് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിക്കടുത്ത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയാണ് ഇവിടെ സർവമായ ഒരാഴ്ച പിന്നിടുകയാണ്. 7 ദിനത്തിലും സിനിമ അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പ്രീ സെയിലിലൂടെ 1,28,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് ഇന്നും വന്നിരിക്കുന്നത്. വീണ്ടും റെക്കോർഡ് തൂക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് 53 കോടിയാണ് ഒഫീഷ്യലായി പുറത്ത് വന്നിരിക്കുന്ന കണക്കുകൾ. ഇന്ത്യയിൽ നിന്ന് 26 കോടിയും ഓവർസീസിൽ നിന്ന് 27 കോടിയും ചേർത്ത് 53 കോടിയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,40,00,000 രൂപ സിനിമ ഇതിനോടകം തന്നെ തൂക്കിയിരിക്കുകയാണ്. ഇന്നും സിനിമയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു കുതിപ്പ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇന്നലത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇന്നലെ ഫൈനലായിട്ട് 1472 ഷോകളായിരുന്നു ഉണ്ടായിരുന്നത്. 2,46,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ തിയേറ്റർ ഓക്യുപ്പൻസി 65%. സിനിമയ്ക്ക് 1000-നടുത്തുള്ള ഓൾമോസ്റ്റ് ഫാസ്റ്റ് ഫില്ലിംഗ് ഹൗസ്ഫുൾ ഷോകളും ഉണ്ടായിരുന്നു. 4,08,75,000 രൂപയാണ് സിനിമയ്ക്ക് ഇന്നലെ പിരിഞ്ഞത്, അല്ലെങ്കിൽ ഗ്രോസായി ട്രാക്കേഴ്സ് പുറത്തുവിട്ടത്. അതായത് തിങ്കളാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. സിനിമ വീണ്ടും അങ്ങനെ കുതിച്ചു പായുകയാണ്. അതായത് ഇന്ന് കളക്ഷൻ റിപ്പോർട്ടുകൾ 6 ദിനത്തെ പുറത്തു വരുമ്പോൾ സിനിമ 60 കോടി കടക്കുമെന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ അതായത് കൂടി വന്നു കഴിഞ്ഞാൽ 80 കോടിയിലേക്ക് എത്താൻ സിനിമയ്ക്ക് 3 ദിനം കൂടെ മതിയാകുമെന്നുള്ളതാണ്. ശനി ഞായറോട് കൂടി സിനിമ 90 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പിക്കാം. എന്തായാലും നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചുവരവാണ്. ഇവിടെ മോഹൻലാലിന് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് ബോക്സ് ഓഫീസിൽ നിവിൻ പോളിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. തിരിച്ചുവരവെന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര തിരിച്ചുവരവ് തന്നെയാണ്. സിമ്പിളായിട്ടുള്ള ഒരു സിനിമ വെച്ച് അത് നിവിൻ പോളിയുടെ പ്രത്യേകത തന്നെയാണ്. ആളുകൾ അത്രത്തോളം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം. മോഹൻലാലിൻ്റെ വൃഷഭ ഒരാഴ്ച പിന്നിടുകയാണ്. 6-ാം ദിനവും സിനിമയ്ക്ക് 127ഓളം ഷോകളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പയ്യെ സിനിമയുടെ കളക്ഷൻ കുറഞ്ഞു വരുന്നു എന്ന് പറയാം. പക്ഷേ തിങ്കൾ തൊട്ട് ഉള്ള സ്റ്റഡി കളക്ഷൻ സിനിമയ്ക്ക് കാണാൻ കഴിയുന്നു. 2200ഓളം ടിക്കറ്റുകൾ ആണ് വിറ്റുപോയത്. അതായത് തിങ്കളാഴ്ചത്തേക്കാൾ കൂടുതൽ ആണ് കളക്ഷൻ വന്നിരിക്കുന്നതെന്നാണ്. 3,52,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ട്രാക്കിങ്ങിലൂടെ. ഇന്നലെ 3,14,000 രൂപയോളമാണ് തിങ്കളാഴ്ച ദിനത്തിൽ വന്നിരുന്നത്. അതായത് ഈ ഒരു ദിവസവും സിനിമയ്ക്ക് അതിന് മുകളിലുള്ള കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. എവിടെ വാഷ് ഔട്ട് ആകുമെന്ന് പറഞ്ഞു അവിടെ നിന്ന് കുതിച്ചുയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ബബ്ബബ്ബ അതാ അഴിഞ്ഞാടിക്കൊണ്ട് 14-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് സിനിമയ്ക്ക് 635 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 11,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. 16,81,000 രൂപയാണ് സിനിമയ്ക്ക് ഇന്നലെ ഗ്രോസായി വന്നത്. അതായത് തിങ്കളാഴ്ച 20,25,000 രൂപ വന്നെടുത്ത് സിനിമയ്ക്ക് ഇടിവ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നും സിനിമയ്ക്ക് തുടക്കം മനോഹരമായി തന്നെ ഇരിക്കുന്നു. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മോർണിംഗ് സെക്ഷനിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്. അവധി ദിനങ്ങൾ ഇനിയും കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. ഇതിനോടകം തന്നെ 25 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്ന ചിത്രം 47-48 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ന്യൂ ഇയറിൻ്റെ അന്ന് 50 കോടിയുടെ പോസ്റ്റർ ഒഫീഷ്യലായി വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മോഹൻലാലും ദിലീപും അഴിഞ്ഞാടിയ ഈ ഒരു ചിത്രം ഏറെ പ്രേക്ഷകരെ പിടിച്ചിരുത്തി എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ബഡ്ജറ്റ് വമ്പൻ വില്ലനായി നിൽക്കുമ്പോഴും സിനിമയ്ക്ക് വലിയ ഒരു സക്സസ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലെല്ലാം. മോഹൻലാലിൻ്റെ പ്രസൻസ് തന്നെയാണ് ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഘടകവും. വരുന്ന വർഷത്തിലും മോഹൻലാൽ ഗംഭീരമായിട്ടുള്ള ക്യാമറ റോളുകൾ 5-6 സിനിമകളിൽ ഇതിനോടകം തന്നെ ചാർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് ആ സിനിമകൾക്കെല്ലാം സക്സസ് ഏകദേശം ഉറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വമ്പൻ ബഡ്ജറ്റിൽ തന്നെയാണ് ഈ ഒരു സിനിമ അണിയറയിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമ 50 കോടി കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മമ്മൂട്ടിയുടെ കളങ്കാവൽ ഫൈനൽ റണ്ണിലേക്ക് ഓടുമ്പോൾ 26 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്നും സിനിമയ്ക്ക് ഷോകൾ ഏകദേശം 135ഓളമാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 4,000-ഓളം ടിക്കറ്റുകളാണ് ഇന്നും സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. ഇന്നലത്തേന് സമാനമായത്, അതായത് തിങ്കളാഴ്ചത്തേന് സമാനമായ രീതിയിലുള്ള കളക്ഷൻ തന്നെ വന്നു. ഏകദേശം 15 ലക്ഷം രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് സിനിമ ഏകദേശം
ഏകദേശം 1 കോടിക്ക് മുകളിലേക്ക് നേടുമെന്നുള്ളതാണ്. അതായത് 83 കോടി ഒഫീഷ്യലായി വന്നതിന് ശേഷം സിനിമയ്ക്ക് 1 കോടിയോളം ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. അതായത് ഫൈനൽ റണ്ണിലേക്ക് പ്രതീക്ഷിക്കുന്നത് 88 കോടിയോളം എന്നുള്ളതാണ്. എന്തായാലും ജനുവരിയിൽ സിനിമയ്ക്ക് OTT ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. അത് മമ്മൂട്ടി കമ്പനി തന്നെ ഒഫീഷ്യലായി പറയുന്നു. മമ്മൂട്ടി കമ്പനി തന്നെ ഇന്ന് സിനിമയ്ക്ക് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസും നൽകിയിട്ടുണ്ട്. കാരണം പ്രൊഡ്യൂസേഴ്സ് പറയുന്ന കണക്കുകളിൽ ഹിറ്റ് സ്റ്റാറ്റസ് ആണെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആണെന്നുള്ളത്. കാരണം എല്ലാവർക്കും അറിയാം, ഏകദേശം 10 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത് 8 ഇരട്ടിക്ക് അല്ലെങ്കിൽ 8.5 ഇരട്ടിയോളം കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ വിജയമാണ്. തുടർച്ചയായുള്ള വിജയങ്ങളാണ് മമ്മൂട്ടിക്കുള്ളത്. അതിനിടയിൽ ബസൂക്ക എന്ന പരാജയ ചിത്രമുണ്ടായിരുന്നു എന്നുള്ളതും മറക്കേണ്ട കാര്യങ്ങളില്ല. എന്തായാലും മികച്ച രീതിയിൽ തന്നെ മമ്മൂട്ടി കണ്ടിന്യൂ ചെയ്യുകയാണ്. 4ാം വർഷവും മമ്മൂട്ടിക്ക് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലുള്ള ചിത്രങ്ങളുണ്ട്. വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഗ്രേറ്റ് മീഡിയ.